ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സാംസ്കാരിക പ്രബുദ്ധതയുടെ നാടാണ് കേരളമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കം. ജാംനഗറിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശുദ്ധ റമദാൻ മാസ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സാംസ്കാരിക പ്രബുദ്ധതയുടെ നാടാണ് കേരളമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ 4ാമത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രങ്ങളുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നാടാണിതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. Kerala has been the cradle of intellectual discourse, cultural enlightenment and spiritual pursuits. This is the land that birthed legends from Adi Shankaracharya, who expounded the philosophy of Advaita Vedanta, to Narayan Guru, who led modern Renaissance by his social reform and by his team of social reformers. We are celebrating the memory of one of them. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ പ്രഭാഷണം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രമാണ് പ്രഭാഷണത്തിന്റെ സംഘാടകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. ഇന്നും നാളെയുമായി നിരവധി പരിപാടികളിൽ ശ്രീ മോദി പങ്കെടുക്കും. ഇന്ന് ജാംനഗറിലെ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാര പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് സോമനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം ശ്രീ സോമനാഥ് ട്രസ്റ്റിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. നാളെ രാവിലെ ഗിർ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തും. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത 12 വ്യത്യസ്ത കേസുകളിലായി 29 ലഹരിമരുന്ന് കടത്തുകാരെ ശിക്ഷിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവാക്കളെ ലഹരിമരുന്നിന്റെ പാതയിലേക്ക് എത്തിക്കുന്ന ലഹരിമരുന്ന് കടത്തുകാർക്ക് കേന്ദ്ര സർക്കാർ കനത്ത ശിക്ഷ നൽകുന്നുണ്ടെന്നും ശ്രീ ഷാ അറിയിച്ചു. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി പഴുതടച്ച അന്വേഷണങ്ങൾ തുടരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എപിക് ഐഡി നമ്പറുകളിലെ ഇരട്ടിക്കൽ കള്ള വോട്ടുകളാകില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഒരുപോലുള്ള എപിക് നമ്പറുകൾ ഉള്ളതായി ചൂണ്ടിക്കാട്ടിയുള്ള മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. എപിക് നമ്പറുകൾ ഒരുപോലെയാണെങ്കിലും ഇവരുടെ നിയമസഭാ മണ്ഡലം, പോളിംഗ് ബൂത്തുകൾ എന്നിവ വ്യത്യസ്തമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഈ മാസം ആത്മസംയമനത്തിന്റെയും സഹാനുഭൂതിയുടെയും വിശുദ്ധ കാലമാണ്. പുണ്യമാസത്തിന്റെ ആരംഭവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. സമൂഹത്തിൽ എല്ലാവർക്കും സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെയെന്നും ഈ പുണ്യമാസം ഭക്തിയും അനുകമ്പയും പ്രദാനം ചെയ്യുകയും ദയയും സേവന മനോഭാവവും സമൂഹത്തിൽ നിറയ്ക്കുകയും ചെയ്യട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. പകൽ പ്രാർത്ഥനകളിലും ദാനധർമ്മങ്ങളിലും ഓരോ വിശ്വാസിയും മുഴുകുന്ന പുണ്യദിനങ്ങളിലൂടെയാണ് ഇനിയുള്ള ഒരു മാസക്കാലം ലോകം കടന്നുപോകുക. സഹജീവി സ്നേഹവും കരുണയുമാണ് റമദാൻ മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ സന്ദേശം. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനസ്സും ശരീരവും വ്രതശുദ്ധിയിലൂടെ പൂർണ്ണമായും സംസ്കരിക്കപ്പെടുകയാണ്. ഒപ്പം നന്മയും ശുഭപ്രതീക്ഷയും മനുഷ്യസ്നേഹവും പൂത്തുലയുന്ന പുതിയ ലോകത്തിലേക്ക് തുറക്കുന്ന ജാലകമായി മാറുന്നു റംസാൻ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും നാളെ സഭ പരിഗണിക്കും. ബജറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 17-നാണ് നിയമസഭ പിരിഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഇത്തവണ ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. എല്ലാ പരീക്ഷകളും മാർച്ച് 26-ന് അവസാനിക്കും. അതേസമയം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. കേരളത്തിൽ RC ബുക്കുകൾ ഡിജിറ്റലാക്കിയത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. രാജ്യത്തു തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ RC ബുക്കിന്റെ ഡിജിറ്റൽ പതിപ്പ് സജ്ജമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലാക്കിയത്. കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിലൂടെയാണ് ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാകുന്നത്. കണ്ണൂർ പാനൂരിനടുത്ത് വള്ളിയായിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കർഷകനായ ശ്രീധരനാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. ദുബായിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഒരു ഗെയിമിനെയും ഒരു ടീമുകളെയും ചെറുതായി കാണുന്നില്ലെന്നും ന്യൂസിലൻഡ് മികച്ച ടീമാണെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് താരം KL രാഹുൽ പറഞ്ഞു. Take anyone lightly, especially in this competition. It's my first Champions Trophy. What I've realized is things happen really quickly. In this tournament, it's just really hard. You need to be really switched on, and no game is easy or no team can be taken lightly. So New Zealand has always been a very formidable team and very competitive team. They've done really well over the years. We've played against them a lot of times in ICC events as well, and they've done well against us. It's been quite even, the contest. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ വിദർഭ ശക്തമായ നിലയിൽ. രണ്ടാം ഇന്നിംഗ്സിൽ വിദർഭ 7 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിനെതിരെ 348 റൺസിന്റെ ലീഡാണ് വിദർഭയ്ക്കുള്ളത്. ISL ഫുട്ബോളിൽ ഇന്ന് വൈകുന്നേരം 7:30-ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC ബംഗളൂരു FCയെ നേരിടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് പുറമെ മാഹി, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടകയിലെ തീരദേശ മേഖലയിൽ ഉഷ്ണതരംഗ സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ചൂടിനും ഈർപ്പമേറിയ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന ഗ്രാമത്തിലുണ്ടായ ഹിമപാതത്തിലകപ്പെട്ട 51 തൊഴിലാളികളെ പുറത്തെടുത്തെങ്കിലും 4 പേർ ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി. അതേസമയം മഞ്ഞിനടിയിൽ കുടുങ്ങിയതിൽ അവശേഷിക്കുന്ന 4 പേരെ കൂടി കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കടുത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ അടുത്ത 3 ദിവസത്തേക്ക് ഒലി, ഹർസിൽ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അഭ്യർത്ഥിച്ചു. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഈ മാസം 31-ന് ശേഷം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ലെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിസ്ര. മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ പമ്പുകളിൽ വാഹനങ്ങളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഇത്തരം വാഹനങ്ങൾ നഗരത്തിലേക്ക് കടക്കുന്നത് തടയാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2025-ലെ മഹാകുംഭമേളയെ പ്രകീർത്തിച്ച് UAE പത്രമാധ്യമങ്ങൾ. മേളയുടെ ആഗോള ആകർഷണം, സംഘാടനം എന്നിവയെക്കുറിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ കുംഭമേളയിൽ UAE നിവാസികളുടെ പങ്കാളിത്തം എന്നിവയും എടുത്തുകാട്ടി. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള സമാനതകളില്ലാത്ത മതപരവും സാംസ്കാരികവുമായ പരിപാടിയാണെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റമദാൻ മാസം ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ച ഇസ്രായേൽ. താൽക്കാലിക വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഇന്നലെ അവസാനിച്ചു. എന്നാൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടിക്കൊണ്ട് കൂടുതൽ ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സാംസ്കാരിക പ്രബുദ്ധതയുടെ നാടാണ് കേരളമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കം. ജാംനഗറിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശുദ്ധ റമദാൻ മാസ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും.
ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.